മൂവാറ്റുപുഴ കടാതിയിലെ കാർ വാഹന ഷോറൂമിൽ തീപിടുത്തം. രാവിലെ 10:30-യോടെയാണ് തീപിടുത്തം ഉണ്ടായത്. വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകളും ഫയലുകളും സൂക്ഷിച്ചിരുന്ന മുറിയിലായിരുന്നു തീപിടുത്തം. മൂവാറ്റുപുഴയ്ക്കടുത്ത് കടാതിയിൽ പ്രവർത്തിക്കുന്ന കാർ വാഹന ഷോറൂമിലാണ് തീപിടുത്തമുണ്ടായത്. വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകളും ഫയലുകളും മറ്റും സൂക്ഷിച്ചിരുന്ന മുറിയിലായിരുന്നു രാവിലെ 10:30-യോടെ തീപിടുത്തം ഉണ്ടായത്. തീയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ജീവനക്കാർ ഉടൻ തന്നെ ഉണർന്നു പ്രവർത്തിക്കുകയും ഷോറൂമിലെ ഫയർ സംവിധാനങ്ങൾ കൃത്യസമയത്ത് പ്രവർത്തിപ്പിക്കുകയും ചെയ്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. തീപിടുത്തമുണ്ടായാൽ പ്രാഥമികമായി എന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായ പരിശീലനം മൂവാറ്റുപുഴ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഈ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് മുമ്പ് നൽകിയിരുന്നു. ഇതാണ് തീപിടുത്തത്തിന്റെ തീവ്രത കുറയ്ക്കുന്നതിന് കാരണമായത്. സംഭവം അറിഞ്ഞ് മൂവാറ്റുപുഴ ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ് സംഘം സ്ഥലത്തെത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയം ആക്കുകയും ചെയ്തു. പെയിന്റ് ബൂത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ട് വഴി കയറിയതാണെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഫയലുകൾക്കും അതിനുള്ള സ്റ്റോറിലുള്ള സ്പെയർ പാർട്സുകൾക്കും തീ പിടിച്ചു. ഇതിനകത്തുള്ള ഫയർ സംവിധാനം വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. നമ്മൾ 2 യൂണിറ്റ് മൂവാറ്റുപുഴ ഫയർ സ്റ്റേഷനിൽ 2 യൂണിറ്റ് വന്നിരുന്നു. ഒരു യൂണിറ്റിൽ ഒരു 8 ജീവനക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് നിർത്താൻ പറ്റി. കൂടുതൽ കത്ത് പിടിച്ചിരുന്നെങ്കിൽ കുറേ വാഹനങ്ങൾ തൊട്ടടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതിന് തീ പിടിച്ചിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കില്ല, മറ്റു സ്ഥലത്തോടെ വരേണ്ടി വരിക. നിരവധി വാഹനങ്ങൾ അറ്റകുറ്റപ്പണികൾക്കായി ഷോറൂമിൽ ഉണ്ടായിരുന്നുവെങ്കിലും ചെറിയ രീതിയിലുള്ള നാശനഷ്ടം മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ഷോറൂം മാനേജ്മെന്റും വ്യക്തമാക്കി. ഫയർ സ്റ്റേഷൻ ഓഫീസർ മനോജ് എസ് നായർ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KC ബിജുമോൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഗ്രേഡ് SFRO സിദ്ദിഖ് ഇസ്മായിൽ, CA നിഷാദ്, KK രാജു, ഇബ്രാഹിം, രഞ്ജിത്ത്, ആരോമൽ, ദിവാകരൻ, റിനീഷ് എന്നിവർ അഗ്നിരക്ഷാ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു.